തട്ടുകടകളിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തട്ട് ദോശേൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, തട്ട് ദോശ എന്ന് പറയുന്നത് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ നമുക്കിത് വീട്ടിലും തയ്യാറാക്കി എടുക്കാം. എന്നാൽ ആ ഒരു തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കിട്ടാറില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മൾ സാധാരണ ദോശ തയ്യാറാക്കുന്ന പോലെ തന്നെ ആട്ടോ, ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിലേക്ക് നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ഞാനിവിടെ ഒരു അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. ഉഴുന്നെടുക്കുമ്പോൾ മുഴുവനായിട്ടുള്ള ഇതുപോലുള്ള ഉഴുന്നെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ദോശ നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും കൂടി വേണ്ടിയിട്ട് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ മുഴുവനായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കുക. ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മളിത് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കുതിർത്തതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. നല്ല തണുപ്പോട് കൂടി നമുക്ക് അരച്ചെടുക്കാം. മിക്സ് അങ്ങനെ ചൂടാവില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ദോശമാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഉഴുന്നൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചോറും കൂടിയും ചേർത്ത് കൊടുക്കാം. ചോറ് ഞാനിവിടെ മട്ടരിൻ്റെ എടുത്താൽ കേട്ടോ. മട്ടരിൻ്റെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ അതുണ്ടെങ്കിൽ അതന്നെ ചേർക്കണേ. നമ്മൾ ഉഴുന്ന് കുതിർത്ത വെള്ളം ചേർത്തിട്ടാണ് അരക്കുന്നത്. ഒരുപാട് വെള്ളം വേണ്ട, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാൻ. അത് നമുക്കിത് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം. അപ്പോൾ ഞാൻ ഈ അരി കുതിർക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് സ്കിപ്പായി പോയി കേട്ടോ. അപ്പോൾ അരി എന്ന് പറയുന്നത് 1 കപ്പാണ് എടുത്തത്. സാധാരണ പച്ചരി ആയാലും റേഷൻ കടയിൽ അരി ആയാലും എടുക്കാം. ഞാനിവിടെ ഇഡ്ഡലി റൈസ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അരിയും ഇത് അത്യാവശ്യം നല്ല പോലെ തന്നെ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇഡ്ഡലിക്ക് അരക്കുന്ന പോലെയല്ല, തരിതരിപ്പായിട്ട് അരച്ചെടുക്കരുത്. നല്ല ഫൈനായിട്ട് തന്നെ വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ അരക്കുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചതിന് ശേഷം ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ ഐസ് കട്ടയോ ഐസ് വെള്ളമോ ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ട് നമ്മൾ ഉഴുന്ന് അരച്ചതിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഈ ഒരു സമയത്ത് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇത് ഏകദേശം സാധാരണ മാവ് പൊങ്ങാൻ വെക്കുന്ന പോലെ തന്നെ ഏകദേശം 8 മണിക്കൂറോളം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ തണുത്ത കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഇത് 5 മിനിറ്റോളം ഒന്ന് മാവ് അടിച്ച് പതപ്പിച്ച് കഴിഞ്ഞാൽ മാവ് നല്ലപോലെ പൊങ്ങി കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും ചൂടുള്ള സ്ഥലത്ത് വെച്ചാലും മതി. ഓവനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ മാവ് പൊങ്ങി കിട്ടും. അപ്പോൾ ഇതൊരു 8 മണിക്കൂർ നമുക്ക് പൊങ്ങാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 8 മണിക്കൂറിന് ശേഷം നമുക്ക് മാവ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മാവ് നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തലേന്ന് ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് നല്ലപോലെ പൊങ്ങിക്കഴിഞ്ഞാൽ ഈ മാവിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ തലേന്ന് ഞാൻ ചേർത്ത് കൊടുക്കാതെ. ഉപ്പ് ചേർത്തതിന് ശേഷം അങ്ങ് ഒരുപാട് കുത്തി ഇളക്കരുത് കേട്ടോ. അപ്പോൾ ആ വന്ന അതിൻ്റെ എയർ ബബിൾസൊക്കെ അങ്ങ് താഴേക്ക് അങ്ങ് ഇതായി പോവും. അതുകൊണ്ട് നോക്കിയിട്ട് വേണം കേട്ടോ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് നല്ലപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വെച്ചാൽ മതി. എന്നാലും വീണ്ടും ഇത് നല്ലപോലെ തന്നെ സോഫ്റ്റായിട്ട് മാവ് നല്ലോണം വീണ്ടും പതഞ്ഞ് പൊങ്ങിക്കിട്ടും. അപ്പോൾ മാവ് തയ്യാറാക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ദോശ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ദോശക്കല്ലിൽ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ അയണിൻ്റെ ദോശക്കല്ല് എടുത്താൽ കേട്ടോ. അപ്പോൾ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണ ഒന്ന് ഇതിലേക്ക് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എള്ളെണ്ണ ആയിട്ട് എടുത്തത്. എള്ളെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ചൂട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളമൊക്കെ തളിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ, അല്ലെങ്കിൽ ഇത് പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് തട്ടുദോശ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് ഒരു കയ്യിൽ മാവാണ് കോരി ഒഴിച്ച് കൊടുക്കുന്നത്. മാവ് ഒഴിച്ചിട്ടങ്ങ് ഒരുപാടങ്ങ് പരത്തരുത് കേട്ടോ, നൈസായിട്ട് അങ്ങ് പരത്തരുത്. സത്യത്തിൽ ഇതങ്ങനെ പരത്താറില്ല, പക്ഷെ ഞാൻ കുറച്ചൊന്ന് ഇതായിട്ട് പരത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പരത്തുന്ന സമയത്ത് തന്നെ നല്ലപോലെ ഹോൾസൊക്കെ വരും കേട്ടോ. അപ്പോൾ തട്ടുദോശ എന്ന് പറയുന്നത് ഒരുപാടങ്ങ് പരത്തൂല. നമ്മൾ സാധാരണ നെയ്റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ നൈസായിട്ട് പരത്തൂല. കുറച്ച് ഭാഗം മാത്രം ഒന്ന് പരത്തി കൊടുക്കുമല്ലോ കേട്ടോ. നമ്മളിനി ഇത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്പോഞ്ച് പോലത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വാങ്ങിയിട്ട് കഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ തട്ടുദോശ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളിത് തിരിച്ചിട്ടിട്ട് ആ ഒരു സൈഡും കൂടി ഒന്ന് വേവിച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഞാൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ദോശക്കല്ലൊന്നും അങ്ങനെ കിട്ടാണ്ടിരിക്കില്ല കേട്ടോ. നല്ല പെട്ടെന്ന് തന്നെ കിട്ടും. നല്ല ക്രിസ്പിയാണ്. അതുപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ചൂടോടുകൂടി ക്രിസ്പിയായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ സെറ്റ് ദോശ അഥവാ തട്ടുദോശ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ തിരിച്ചിട്ടിട്ട് ക്രിസ്പിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെടുക്കുന്ന അരിയും ഉഴുന്നും എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ളതാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റി ഒക്കെ കറക്റ്റ് ആണെങ്കിലും മാവ് നല്ലപോലെ പൊങ്ങി കിട്ടിയാലും ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ദോശയും ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. നമ്മൾ സാധാരണ ചട്നിയും അതുപോലെ തന്നെ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ഈ ദോശ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും, അത്രയും രുചിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്ചർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. താങ്ക്